കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തോട്ടുമുക്കം പനമ്പിലാവ് പാലത്തിന് ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിൽ 5 കോടി രൂപ അനുവദിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് പ്രദേശത്തുകാർ. എന്നാൽ പാലം പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച റോഡുകളും നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തോട്ടുമുക്കം പനമ്പിലാവ് പാലത്തിന് ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിൽ 5 കോടി രൂപ പാസ്സായതിൻ്റെ സന്തോഷത്തിലാണ് പ്രദേശത്തുകാർ. എന്നാൽ പാലം മാത്രമുണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനോടനുബന്ധിച്ച റോഡുകളും നന്നാവേണ്ടതുണ്ട് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മലയോര മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കാടംപൊയിലിലേക്ക് എളുപ്പത്തിലെത്താൻ പറ്റുന്ന മാർഗം കൂടിയാണിതെന്നും അതുകൊണ്ട് പാലം പ്രവൃത്തി നടക്കുമ്പോഴേക്കും ഈ റോഡുകൾ നന്നാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധികൃതർ പഠിക്കണമെന്നും അരീക്കോട് മുതൽ പീടികപ്പാറ വരെയുള്ള റോഡുകൾ നവീകരിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അരീക്കോട് മുതൽ കക്കാടംപൊയിൽ വരെയുള്ള വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കാടംപൊയിലേക്കുള്ള റോഡുകൾക്ക് വളരെ വീതി കുറഞ്ഞ പല ഭാഗങ്ങളുമുണ്ട്. എന്ന് വെച്ചാൽ വടക്കമുറിയിൽ പല ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ തോട്ടുമുക്കം ഹൈസ്കൂൾ UP സ്കൂളിൻ്റെ അവിടെയുള്ള ചില ഭാഗങ്ങൾ അത് ജില്ലാ പഞ്ചായത്തിൻ്റെതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ പനമ്പിലാവ് പാലം മുതൽ നമ്മുടെ പമ്പ് വരെയുള്ള ഭാഗങ്ങൾ അത് പഞ്ചായത്തിൻ്റെ റോഡാണ്. അതിനുശേഷം ഈ പനമ്പിലാവ് പാലം മുതൽ പീടികപ്പാറ വരെയുള്ള റോഡുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡുകളൊക്കെയാണ്. ഈ റോഡുകളുടെ വികസനം PWDന് വിട്ടുകൊടുത്തുകൊണ്ട് അത് വളരെ സാധ്യതയുള്ള ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റണം എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിനായി അരീക്കോട് തോട്ടുമുക്കം പനമ്പിലാവ് പീടികപ്പാറ റൂട്ടിൽ പല ഭാഗത്തും പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അധീനതയിലുള്ള കുറച്ച് റോഡുകളുണ്ടെന്നും ആ റോഡുകൾ PWD ഏറ്റെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ പാലത്തോടൊപ്പം തന്നെ കക്കാടംപൊയിലേക്ക് ഒരു വഴി തുറക്കാവുന്നതാണ്. പീടികപ്പാറ മുതൽ ഈ സ്ഥലം വരെ റോഡ് വികസിച്ചാൽ തന്നെ ബാക്കി ഏതാണ്ട് ഭാഗങ്ങളിൽ റോഡ് ക്ലിയറാണ്. ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു വികസന സാധ്യതയ്ക്ക് വേണ്ടി ഇത്രയൊരു ഭാഗത്തൊരു പണിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായാൽ വളരെ ഈസിയായി പ്രദേശത്തെ പ്രശ്നങ്ങൾ തീരും. കക്കാടംപൊയിൽ നിന്ന് ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നു കക്കാടംപൊയിൽ നിന്ന് കരിപ്പൂരേക്ക് ഏറ്റവും ഷോർട്ട് വഴിയാണിത്. ഇത്രയൊരു വഴി മാത്രമേ അപകടകരമായ സ്ഥിതിയിലുള്ളൂ ഈ പാലവും. അതിനാവശ്യമായ ഒരു സ്ഥിതി എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ എല്ലാ വിഭാഗങ്ങളും ചാനലും അതുപോലുള്ള നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങൾ പല നിലക്കും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ പാസ്സായിരുന്ന ഫണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അത് 2 MLA കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ജാഗ്രത വേണമെന്നുള്ള പറയിപ്പിച്ചുകൊണ്ട് ഇന്നത് പാസ്സായിട്ടുണ്ട്. പാലം പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതോടെ നാട്ടുകാരുടെ ഈ ഒരു ആവശ്യവും നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, മുക്കം.